ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ എന്താണെന്നല്ലേ. നമ്മളിപ്പോൾ ഇന്ന് എവിടെ നോക്കിയാലും യൂട്യൂബിൽ എപ്പം നോക്കിയാലും ക്രിസ്മസ് സീരീസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ക്രിസ്മസ് സീരീസ്. അപ്പം നമ്മൾ ഇപ്പോൾ ആക്കാൻ വന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അതിന് വേണ്ടത് ഈ സ്ക്രീനിൽ കാണിക്കൊണ്ടിരിക്കുന്ന ഓരോ പച്ച പുല്ല് പോലത്തെ ഒരു സാധനമാണ്. ഈ ഒരു സാധനം ഇത് നിങ്ങൾക്ക് കടയിൽ നിന്ന് ഒരു ഏകദേശം എൻ്റെ ഒരു ഹൈറ്റിൻ്റെ അത്രയുള്ളൊരു എൻ്റെ ഹൈറ്റിനെക്കാട്ടി കൂടുതലുള്ളൊരു ഇതാണ്. ഏകദേശം ഈ ഒരു കൊള്ളിയിൽ ഹൈറ്റ് ഉണ്ട്. ബട്ട് ഇത് ലഭിക്കാൻ 30 രൂപ ആ ഒരു റേഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്രിസ്മസിൻ്റെ എങ്ങനെയാണ് ഒരു ട്രീ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി നമ്മൾ 3 വടി എടുത്തിട്ടുണ്ട്. 3 വടിയെടുത്ത് നമ്മൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. മുകളിൽ ഇവിടെയാണ് കെട്ടി വെച്ചിട്ടുള്ളത്. ആ 3 വടിയും നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 3ഉം ഇങ്ങനെ വിടർത്തി വെച്ച ശേഷം കുറച്ച് കേട്ടോ, അധികം വിടർത്തി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അധികം വിടർത്തി വെക്കേണ്ടത്. കെട്ടിയത് ടൈറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആടി കളിക്കുന്നത്. അതാണ് കുഴപ്പം. നല്ല ടൈറ്റിലൊക്കെ കെട്ടി വെക്കണം കേട്ടോ, എന്നെ പോലെ ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വിടർത്തി വെക്കാം. 3 വിടർത്തി വെച്ചതിന് ശേഷം നമ്മൾ പച്ച പുല്ല് പോലത്തെ ആ സാധനമല്ലേ അതെടുക്കാം. അതെടുത്തിട്ട് മുകളിൽ ഈ ഒരു വശത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് എടുത്ത് ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം നമ്മളിതിങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റി വേണം. ഇപ്പം ഇതെന്തായാലും എനിക്ക് ഈ കൊള്ളി ഹൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് ഉണ്ടാവും. എൻ്റെ ഹൈറ്റിനെക്കാട്ടി കുറവാണ്, ഏകദേശം എൻ്റെ ഹൈറ്റ് എന്ന് പറയാം. പക്ഷെ ഇത് ചുറ്റി വരുമ്പോൾ എന്തായാലും അടിയിലോളം എത്തില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് 2 സെറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം വിചാരിച്ചത് 2 സെറ്റ് മതിയാവും എന്നാണ്. പക്ഷെ അത് പോരാ, എന്തായാലും ഇനിയും വാങ്ങേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ചുറ്റുന്നുള്ളൂ, ബാക്കി പാർട്ട് 2 ആയിട്ട് ഇടാം. ഇപ്പോൾ അത് ചുറ്റി വെക്കാൻ കഴിയും. സത്യം പറഞ്ഞാൽ അതിന് ആ മുള്ളു പോലെയുള്ള ഭാഗം ഉള്ളത് കൊണ്ട് കുറച്ച് ചുറ്റുമ്പോൾ തന്നെ കുറേ ഉള്ളതുപോലെ അത് കാണുകയും ചെയ്യും. അപ്പോൾ നമ്മളിനി ഇത്ര ചുറ്റിയില്ലേ, ഇനി കുറച്ചും കൂടി ഉണ്ട് ചുറ്റാൻ. അപ്പോൾ അതിൻ്റെ താഴോട്ട് ചുറ്റാനുള്ള സാധനം കൂടിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഇത് വീണ്ടും നമ്മൾ ഇവിടെ തന്നെ തുടങ്ങാൻ പോക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ആക്കിയിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലേ, അത് ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെയാണ്. എൻ്റെ വീട്ടിലെ അത് ചുമരിലാണ് ഇത് ഉള്ളത്. ഡയലി പിന്നെ ഗ്രീൻ ഷീറ്റൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് ഇതുപോലെ തന്നെ വെക്കട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചാണ്. ഇതിപ്പോൾ ഏകദേശം പകുതി വരെ എത്തി എന്ന് പറയാൻ കഴിയും. കാരണം ഇനിയും ഉണ്ട് ചെയ്യാൻ. ഇനിയും ഇത്ര ഭാഗം വരെ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഭാഗം വരെ നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു 2 മുഴം കൂടി വേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ സ്റ്റാർ തൂക്കാം. സ്റ്റാർ എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റാറാണ്. ഇതിൽ ഹോൾസ് ഞങ്ങൾ തന്നെ ഇട്ടതാണ്. ഹോൾ മേക്കർ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഹോൾസ് ഇട്ടതാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ നിവർത്തിട്ട് കെട്ടാൻ പോകണേ. ഇതിങ്ങനെ പിടിച്ച് ഇവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ കെട്ടിക്കൊടുക്കാൻ കഴിയും. ഇതിവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ മുകളിലായിട്ട് ഇതിവിടെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നിൽക്കും. ഇത് ഞങ്ങളുള്ള വേറൊരു സ്റ്റാറാണ്. ഞങ്ങളിത് പുൽക്കൂടിലേക്ക് വെക്കാനുള്ള രീതിയിൽ വെച്ചതാണ്. പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അലങ്കാരപ്പണികളായി തുടങ്ങാം. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ തൂക്കാൻ പോകുന്നത് ഈ ഒരു ബോൾസാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ്. ഇത് കടയിൽ നിന്ന് തന്നെ കാണാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കി വെച്ചാൽ
പിന്നീട് ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ട്. അയ്യോ ഫ്ലോപ്പായല്ലോ, ഫസ്റ്റ് തന്നെ ഓരോ ഫ്ലോപ്പ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ വെക്കുന്നതേ ഉള്ളൂ ഗൈസ്. നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും ദൈവത്തിനറിയാ. ഓരോ ബോൾ ഊരി ഊരി പോകുന്നുണ്ട്. നമ്മളിത് ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടത്തേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. വെറുതെ ഒന്നാടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇതൊന്നും ഇങ്ങനെ വെച്ചാലൊന്നും നിൽക്കൂല എന്നറിയാം. തൽക്കാലം ഒന്ന് വെച്ചിട്ട് വെറുതെ ഒന്ന് ഫോട്ടോ എടുക്കാനെങ്കിലോ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് വെക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്നിട്ട് കാണിച്ചു തരാം ഗൈസ് പുൽക്കൂടിൻ്റെ ഔട്ട്ഫിറ്റ്. പുൽക്കൂട് എവിടെയാടെ പോകുന്നത്, ആടി ആടി കളിക്കുന്നത്. കള്ള പിടിച്ച കളി കളിക്കല്ലേ. എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ട്. ബോൾസ് ഒന്നും നിൽക്കുന്നില്ല ഗൈസ്. താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടും. പേടിക്കണ്ടല്ലേ, പ്ലാസ്റ്റിക് ആയോണ്ട്. അതവിടെ വെക്കണ്ട, അത് താഴെ ചുറ്റേ. അപ്പോൾ ഇത് മൊത്തം ഞങ്ങൾ ഇതോട് തൂക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഇതൊക്കെ നമ്മളിവിടെ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുള്ള് കുറച്ചേ ആയുള്ളൂ, എന്നാലും നിങ്ങൾക്ക് കാണിക്കേണ്ടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. എന്താ കാരണം ഇതൊക്കെ കണ്ടോ, ഇവിടെ ഒന്നും നിന്നില്ല. കാരണം മര്യാദയ്ക്കൊന്നും ആക്കിയില്ല. ഇനിയും കുറേ വേണ്ടതാണ്. ഇനിയും ഇത്രയും ഭാഗം, അതായത് ഏകദേശം ഇത്ര ഭാഗം ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ കാണിക്കാം. പുറത്ത് അവിടെയൊക്കെ ഫുള്ള് അലങ്കോലായി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നാളെ